നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് അത്ലറ്റിക് ക്ലബ് ബിൽബാവോയെ പരാജയപ്പെടുത്തി FC ബാഴ്സലോണ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ്. കളിയിലെ ലാമിനെ യമാലാണ് അവരുടെ വിജയ ഗോൾ കണ്ടെത്തിയത്. അത്ലറ്റിക് ക്ലബ് ബിൽബാവോയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് മാർക്കസ് റാഷ്ഫോർഡും ടോറസും യമാലും ഇറങ്ങിയപ്പോൾ മറുഭാഗത്ത് അത്ലറ്റിക് ക്ലബ് ബിൽബാവോയുടെ മുന്നേറ്റങ്ങൾ നയിക്കാൻ ഇനാക്കി വില്യംസും ഗോമസും സാഞ്ചസും എല്ലാം ഒരുമിച്ചുണ്ടായിരുന്നു. എന്നാൽ കളിയുടെ ആദ്യ പകുതി ഗോൾ രഹിതമായി. രണ്ടാം പകുതിയിൽ 68-ാമത്തെ മിനിറ്റിലാണ് പെഡ്രിയുടെ അസിസ്റ്റിൽ നിന്ന് യമാലിൻ്റെ ഗോൾ പിറക്കുന്നത്. മികച്ച ബോളാണ് പെഡ്രിയുടേത്. അതുപോലെ നല്ല രൂപത്തിലുള്ള ഒരു ഫിനിഷിങ് യമാലും കാഴ്ചവെച്ചപ്പോൾ ഏകപക്ഷീയമായ ഒറ്റ ഗോളിൻ്റെ വിജയത്തിലേക്ക് ബാഴ്സലോണ കടന്നുപോയി. വിജയത്തോടുകൂടി 27 കളി 67 പോയിൻ്റ് അവർ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ്. 27 കളികളിൽ നിന്ന് 63 പോയിൻ്റുള്ള റയൽ മാഡ്രിഡാണ് രണ്ടാമത്. കളിക്ക് ശേഷം ബാഴ്സ താരങ്ങൾ പറയുന്നു തങ്ങൾ വല്ലാതെ ടയേർഡായിരിക്കുന്നു. റാഫിഞ്ഞ പറയുന്നു തീർച്ചയായിട്ടും ഈ പിച്ചിൽ കളിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ടീമിന് നല്ല ക്വാളിറ്റി ഉണ്ട്, ഒരുപാട് പ്ലെയേഴ്സ്, കളി തീരുമാനിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട്. തീർച്ചയായിട്ടും ഇതൊരു മികച്ച വിജയം തന്നെയാണ്. 3 പോയിൻ്റ് നമുക്ക് ലഭിച്ചു. ആ പോയിൻ്റ് ഗ്യാപ്പ് അതുപോലെ തുടരാൻ നമുക്ക് പറ്റി. അതേസമയം തീർച്ചയായിട്ടും നല്ല രൂപത്തിലുള്ള ക്ഷീണമുണ്ട്. എൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഐ ആം നോട്ട് ആസ് ടയേർഡ് ആസ് സം അതർ പ്ലേയേഴ്സ്. മറ്റുള്ള താരങ്ങളുടെ അത്ര ഞാൻ ക്ഷീണിച്ചിട്ടില്ല. കാരണം എനിക്ക് ഇഞ്ചുറി പറ്റിയ സമയത്ത് കുറച്ച് റെസ്റ്റ് കിട്ടിയത് കൊണ്ട് ഐ ഫീൽ ഗുഡ്. പക്ഷേ മറ്റു താരങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ചെറിയ ഫാറ്റിഗ് മാത്രമേ ഉള്ളൂ. പക്ഷേ മറ്റു താരങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ല എന്ന് വളരെ കൃത്യമായിട്ട് റാഫീഞ്ഞ പറയുന്നു. ഇനി പെഡ്രി തന്നെ അത് തുറന്ന് പറയേണ്ടത് താൻ നല്ല ക്ഷീണിതനാണെന്ന്. വി ആർ ഫീലിംഗ് ടയേർഡ് അദ്ദേഹം പറയുകയാണ്. വി ആർ ഫീലിംഗ് ടയേർഡ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ചൊവ്വാഴ്ചയിൽ ആ മത്സരം അത് വല്ലാത്ത രൂപത്തിൽ ഞങ്ങളെയൊക്കെ തളർത്തി കളഞ്ഞിട്ട് നല്ല എഫേർട്ട് ഇട്ട് കളിച്ച കളിയാണ്. ഏതായാലും ഞങ്ങൾക്ക് നല്ല സ്ക്വാഡുണ്ട് എന്നുള്ളതാണ് ഒരു ആശ്വാസം. ഈ റൊട്ടേഷനിലൂടെ ഈ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും എന്നുകൂടി പറയുന്നു. ചുരുക്കത്തിൽ ബാഴ്സ തുടരെ കളിക്കുന്നു. അതും ഹൈ ഇൻറ്റൻസിറ്റി മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്നു. അത് താരങ്ങളെ തീർത്തും ക്ഷീണിതരാക്കുന്നുണ്ട് എന്ന് തന്നെയാണിപ്പോൾ ഇവരൊക്കെ പറയുന്നത്. അപ്പോൾ വരുന്ന മത്സരങ്ങളിൽ അത് എഫക്റ്റ് ചെയ്യാതെ എങ്ങനെ നോക്കണം എന്നുള്ളതാണ്. അതിന് തീർച്ചയായിട്ടും ഹൻസി ഫ്ലിക്ക് റൊട്ടേഷനിലേക്ക് പോകും എന്നാണ് കരുതപ്പെടുന്നത്. ഇപ്പോൾ ബെർണാലിനെ രണ്ടാം പകുതിയിൽ പിൻവലിച്ചു. അതിൻ്റെ കാരണം ചെറിയ ഡിസ്കംഫേർട്ട് ഉണ്ടായിരുന്നു എന്നാണ് കോച്ച് പറഞ്ഞത്. പിന്നീട് മറ്റു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹത്തിന് സ്റ്റൊമക്ക് അപ്സെറ്റ് ഉണ്ടായി എന്നുള്ളതാണ്. ഏതായാലും ആശങ്കകൾ അധികം ഉയരുന്നതിന് മുമ്പ് പരിഹരിക്കപ്പെടട്ടെ. ഇനിയിപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ മത്സരങ്ങളൊക്കെ വരികയാണ്. പൂർണ്ണ ഫിറ്റായിട്ട് പൂർണ്ണ ആരോഗ്യത്തോടെ ബാഴ്സ താരങ്ങൾ കളിക്കളത്തിൽ ഉണ്ടാവണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.